ഇന്ന് ഞാനൊരു നല്ല നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. പച്ചമാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന മാങ്ങക്കറി. ഇത് നല്ല പുളിയുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് രാവിലെ വിഷുക്കട്ടയോടൊപ്പം ഈ മാങ്ങക്കറിയാണ് കഴിക്കാറ്. വളരെയധികം നല്ല ടേസ്റ്റുള്ള പുളിയും എരിവൊക്കെയുള്ള ഈ കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രം വയ്ക്കുക. നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ നല്ല എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതൊരു നാടൻ വിഭവമായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചെറിയ പച്ചമാങ്ങ ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വലിയ പീസാക്കണമെങ്കിൽ അങ്ങനെ ആയാലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2ാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ 1 കപ്പോളം 2ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ 2ാം പാലിൽ കിടന്ന് വേണം നമ്മുടെ മാങ്ങയുടെ ഈ പീസസ് ഒക്കെ വേവാനായിട്ട്. നമുക്കിനി കറിക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. സവോള വഴറ്റുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം വേണ്ട ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇപ്പോൾ ചെറുതായിട്ട് തളയൊക്കെ വന്നിട്ടുണ്ട്. ഈ മാങ്ങയൊക്കെ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേവുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഈ മാങ്ങയൊക്കെ നന്നായിട്ട് വേവണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1ാം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പോളം 1ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അവസാനമായിട്ട് കടുകും മുളകും താളിച്ചൊഴിക്കാം. അതിനായിട്ടൊരു ചട്ടി വെക്കുക. നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 10 മണി ഉലുവയും 2 വറ്റൽമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കത് കറിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ താളിച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മളുടെ തൃശ്ശൂർ സ്റ്റൈൽ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റുള്ള കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ ഒപ്പം കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.